നമ്മൾ കുറെ കാലമായിട്ട് കേൾക്കുന്നതല്ലേ ഇത് വയസ്സായ ആൾക്കാർ ഡിവോഴ്സ് ചെയ്യുന്നത് അല്ലെ? കുറെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും വർഷം 20-25 വർഷം ജീവിച്ചിട്ട് അല്ലെങ്കിൽ 30 വർഷം ഒന്നിച്ച് ജീവിച്ചിട്ട് എന്തുകൊണ്ട് ഡിവോഴ്സ് ആവുന്നത് അല്ലെ? അപ്പൊ നമ്മൾ റീസെന്റ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ റഹ്മാൻ, പ്രിയദർശൻ അവരൊക്കെ എന്തുകൊണ്ടാണ് ഈ ഒരു ഡിസിഷനിലോട്ട് ഇത്രയും വർഷം ഒന്നിച്ചിട്ട് ജീവിച്ചിട്ട് പോകുന്നത്? നിനക്ക് എന്താ തോന്നുന്നത്? അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു പേരുണ്ട്, ഗ്രേ ഡിവോഴ്സ്. അതായത് ഒരു ഒരു 50 ഇയേഴ്സ് അങ്ങനെയൊക്കെ പ്രായമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഒരു 20 ഇയേഴ്സ് പ്ലസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഡിവോഴ്സ് ആവുന്നതിനെയാണ് നമ്മൾ ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഓ, നരച്ച ഡിവോഴ്സ്, അത് കേൾക്കാൻ നല്ല രസമുണ്ട്. ഗ്രേ ഡിവോഴ്സ് എന്തായിരിക്കും ഇത്രയും അങ്ങനെ ഒരു, എന്തായിരിക്കും അതിനുള്ള റീസൺ ആയിട്ട് നീ കാണുന്നത്? ഈ ഗ്രേ ഡിവോഴ്സ് ഇപ്പൊ ഇത്രയും വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചിട്ട് എന്തുകൊണ്ട് ഡിവോഴ്സ് ചെയ്തു ഉള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. നമുക്ക് ആദ്യം നമ്മൾ ഓരോ ആൾക്കാരുടെയും സെലിബ്രിറ്റീസിന്റെ ഒക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇത്രയും വർഷങ്ങളായിട്ട് ഒരുമിച്ച് ജീവിച്ചിട്ട് എന്താ അവർ ഡിവോഴ്സ് ചെയ്തത്. ഇപ്പൊ അതിന് മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവരുടെ കുട്ടികൾക്ക് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ഒരു 2000-ലൊക്കെ ആയിരിക്കുമല്ലോ ഇവര് കല്യാണം കഴിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ 90s. ആ ഒരു സമയത്ത് കല്യാണം കഴിച്ച് അവർക്ക് തന്നെ മനസ്സിലായി കാണും ഒരു ഫ്യൂ ഇയേഴ്സിൽ അവർക്ക് തമ്മിൽ യാതൊരു രീതിയിലുള്ള കോമ്പാക്റ്റബിലിറ്റി ഇല്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കി കാണും. പക്ഷെ പിന്നെ നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം, വീട്, നമ്മുടെ കരിയർ, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് അവരൊരു സ്റ്റേജിലെത്തും. അപ്പൊ അവര് പിള്ളേരെല്ലാം അവരുടെ വഴിക്ക് പോകും. പിന്നെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോമൺ ഇൻട്രസ്റ്റുകൾ ഇല്ല, കോമൺ ആയിട്ട് ടോപ്പിക്സ് ഇല്ല, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത് ഓക്കെ ലെറ്റ്സ് നോട്ട് ഡു ഇറ്റ്, ഇനി മതിയാക്കാം എന്നുള്ളത്. ഇതിൽ ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കലി ഇങ്ങനെ ഒരു ഗ്രേ ഡിവോഴ്സുകൾ ഏറ്റവും കൂടുതൽ ആദ്യം ഫയൽ ചെയ്യുന്നതും ഡിസിഷൻ എടുക്കുന്നതും സ്ത്രീകളാണെന്നുള്ളതാണ്. രണ്ടാമത്തെ റീസൺ മെയിൻലി ഇൻടോളറൻസ് ആണ്. ഇപ്പൊ നമുക്ക് ഒരു 50s അല്ലെങ്കിൽ ഒരു 45+ ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നേരത്തെ അത്രയും ടോളറൻസ് ലെവലും കുറവാണ്. അപ്പോ എന്താ പറയാ, ഇപ്പൊ നേരത്തെ ഇപ്പൊ എന്തെങ്കിലും പറയുമ്പം അല്ലെങ്കിൽ ഹസ്ബൻഡോ വൈഫോ തമ്മിൽ വഴക്കുണ്ടാവുന്ന സമയത്ത് ഒരാൾ ചിലപ്പം ടോളറേറ്റ് ചെയ്യുന്നത് കുറച്ച് കൂടുതലായിരുന്നു. ഇപ്പം അത് ഇല്ല, എല്ലാവർക്കും ഒപ്പീനിയൻ ഉണ്ട്, അങ്ങോട്ട് അഭിപ്രായം പറയാനാവും. അപ്പൊ ആ ഒരു വഴക്കും നമ്മുടെ ഒപ്പീനിയനെ റെസ്പെക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ഫീലിങ്സ് വരും. അപ്പൊ ആ ഇൻടോളറൻസും ഒരു ഫാക്ടറാണ് ഇപ്പം അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട്. എനിക്കൊരു ഡൗട്ട് ചോദിച്ചോട്ടെ, എന്തുകൊണ്ട് ഇവര് നേരത്തെ ചിന്തിച്ചില്ല? കാരണം നമുക്ക് അറിയായിരിക്കുമല്ലോ, ഒരു ആളുടെ ജീവിച്ചു തുടങ്ങി കുറച്ച് കാലങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പീരീഡ് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ലേ, നമുക്ക് ഒന്നിച്ച് പോകാൻ പറ്റില്ല. പിന്നെ എന്തുകൊണ്ടായിരിക്കും അവർ അന്ന് ചിന്തിക്കാതെ ഇന്ന് ചിന്തിക്കുന്നത്? പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആ ഒരു ഡെക്കേഡിലൊക്കെ സ്ത്രീകൾ ഡിവോഴ്സ് ആവാന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീകളെക്കാളും കൂടുതലുള്ള പ്രശ്നങ്ങൾ സൊസൈറ്റി, നമ്മുടെ പേരൻസ്, അല്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കും, അങ്ങനെ ഒരു സംഭവം വന്നാൽ തിരിച്ച് വീട്ടിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാനക്കേട് വീട്ടുകാർക്കായിരുന്നു എന്നുള്ളൊരു തോന്നലിൽ നിന്നൊക്കെ ആയിരിക്കും പല ആൾക്കാരും അങ്ങനെ ഡിസിഷൻസ് എടുക്കാതിരുന്നത്. ഇപ്പം കുറച്ചും കൂടെയൊക്കെ ഈവൻ ഈ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും കുറെ ആയിട്ടുള്ള പ്രോ വിമൻ ഡിസ്കഷൻസ്, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ സാധിക്കും, ഒറ്റയ്ക്ക് ജീവിക്കാം, അല്ലെങ്കിൽ ഡിവോഴ്സസ് അതൊരു എൻഡ് ഓഫ് ദ വേൾഡ് അല്ല എന്നുള്ളൊരു ഒത്തിരി ഒരു ഡിസ്കഷൻസ് വരുന്നത് കൊണ്ടും ആൾക്കാർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കുറച്ചുകൂടെ സേഫ് ആണ്. ആൾക്കാർ ഒരുപാട് ജഡ്ജ്മെന്റൽ ആവുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഏജിൽ വരുന്ന പിള്ളേരും കുറച്ച് സപ്പോർട്ടീവ് ആണ്. ഓക്കെ, അങ്ങനെ ഒരു ഡിസിഷൻ എടുത്താൽ ഓക്കെ ആണ് എന്നുള്ളൊരു മനോഭാവം കുട്ടികളുടെ ഭാഗത്തുനിന്നും വരുന്നുണ്ടാവാം. അതാണ് ഒരു റീസൺ. പിന്നെ ഒരു റീസൺ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. നേരത്തെ നമുക്ക് ഈവൻ ഇഫ് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പോലും മേ ബി ഈ ഒരു കുറെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫാക്ടേഴ്സ് കാരണം നമുക്ക് അതൊരു തീരുമാനം എടുക്കാനായിട്ടുള്ളൊരു എന്താ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പിള്ളേര്, ഫാമിലി, റിലേഷൻഷിപ്സ്, ഇതിനെല്ലാത്തിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഇപ്പം ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നമ്മൾ പെണ്ണുങ്ങൾ ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു സെൽഫ് ലവ്, നമ്മൾ എല്ലായിടത്തും ഇപ്പൊ കാണുന്ന ഒരു സാധനമാണ് സെൽഫ് ലവ് അല്ലെ. നമുക്ക് നമ്മളെയും കൂടെ സ്നേഹിക്കുക എന്നുള്ളൊരു പോയിന്റ് ഇപ്പം വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റിൽ ആൾക്കാർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇത് എനിക്ക് ഇഷ്ടമല്ല, ഈ ഒരു മാരേജിൽ നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, ബിക്കോസ് അതിൽ സ്നേഹമില്ല എന്നുള്ള റീസൺ കൊണ്ട്, അല്ലെങ്കിൽ എനിക്കൊന്നും ഇതിൽ കൂടുതൽ ചെയ്യാനില്ല, എനിക്കൊരു കമ്പാനിയൻഷിപ്പ് ഇല്ല, ഐ ക്യാൻ ഡു ബെറ്റർ തിങ്സ് വിത്തൗട്ട് ദിസ് റിലേഷൻഷിപ്പ്, ഞാൻ ഇതിന്റെ ഉള്ളില് ശ്വാസം മുട്ടി ജീവിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾ മനസ്സിലാക്കാനും ഓക്കെ അതിൽ നിന്ന് പുറത്തു വരാനുള്ള ധൈര്യം കാണിക്കാൻ സൊസൈറ്റിയും ഒരു ഫാക്ടറാണ്. ഇപ്പൊ ഈ ഒരു പ്രായത്തിൽ ചെന്നിട്ട് നമുക്ക് അവരെ ഉപദേശിച്ച് മാറ്റാനും പറ്റത്തില്ല. അവരുടെ ലൈഫ്, ദേ ഹാഡ് എ ഗുഡ് ഷെയർ ഓഫ് ദർ ലൈഫ് അല്ലെ. അവർ അത്യാവശ്യം ജീവിച്ച് വന്ന് എല്ലാ ലൈഫിലുള്ള എക്സ്പീരിയൻസസും കണ്ട് അവരുടെ കടമകളെല്ലാം കഴിഞ്ഞിട്ട് ദേ ആർ ടേക്കിംഗ് എ ഡിസിഷൻ. സോ അങ്ങനെ ഡിവോഴ്സസ് വരുമ്പോൾ നമ്മൾ അതിനെ എന്താ പറയാ, ഈ പ്രായത്തിൽ ഇവർക്ക് എന്തിന്റെ കേടാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ഒഴിവാക്കാണ്ട് റെസ്പെക്ട് ദർ ഫീലിങ്സ്. അവര് അതുമായിട്ട് മുന്നോട്ട് പോട്ടെ, അവരുടെ ജീവിതമാണ്. ഇനി മേ ബി ഒരു 75% ജീവിതം കഴിഞ്ഞു, ഇനി വരുന്ന ഒരു 25% ഉള്ള ജീവിതത്തിൽ ബാക്കി ഉള്ളത് അവർ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അതിനെ വിട്ട് കളയുക. അതിൽ ക്രിറ്റിസിസം കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ.
ഇതിന്റെ മൊത്തം ടോക്കിൽ നീ കുറച്ച് ഫെമിനിസം കൂടുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കുറച്ച് സ്ത്രീപക്ഷവാദിയായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇത് രണ്ടും നീ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ത്രീക്കും പുരുഷനും ഈ സിറ്റുവേഷനിൽ കൂടെ രണ്ടുപേരും അതേ സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ആൾക്കാരല്ലേ. ഇത് നമ്മളൊരു ഹ്യൂമൻ ബീങ് ആയിട്ട് നോക്കിയിട്ട് അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുന്നതല്ലേ കുറച്ചുകൂടെ ബെറ്റർ. സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, ഞാൻ ഇപ്പൊ നീ പറഞ്ഞ പോലെ പുരുഷന്മാരുടെ കാര്യത്തിൽ ശരിയാണ്. അവരും മേ ബി അതിൽ സഫോക്കേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർക്കും ബാധകമാണ്. അൾട്ടിമേറ്റ്ലി ഒരാളുടെ ജീവിതം തീരുമാനിക്കാനുള്ള ഡിസിഷൻ അവർക്ക് ഉണ്ടെന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. നമ്മളത് ഇപ്പം അംഗീകരിച്ച് കൊടുത്തില്ലെങ്കിൽ പോലും ശരിക്കും പറഞ്ഞാൽ അവര് അവരുടെ ലൈഫിൽ ഇപ്പം കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി അവരതിൽ നിന്ന് പുറത്തു പോകണം. അത് സ്ത്രീ എന്നല്ല പുരുഷൻ എന്നല്ല, ആർക്കും ഏതൊരാളുടെയും ബേസിക് ആയിട്ടുള്ള ഒരു റൈറ്റ് ആണ് അവരുടെ സന്തോഷം കൂടെ കൺസിഡർ ചെയ്ത് ജീവിക്കുക എന്നുള്ളത്. അപ്പൊ അത് രണ്ടുപേർക്കും ഈക്വൽ ആയിട്ടുള്ള റൈറ്റ് ആണ്. ഇപ്പൊ സമൂഹം ഇതിനെ എങ്ങനെ നോക്കിക്കാണും എന്നുള്ളൊരു ഭയങ്കര ഫാക്ടർ അല്ലേ. കാരണം നമ്മൾ മുമ്പത്തെ നമ്മുടെ പാരന്റ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരും അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെ ഏജ് ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിൽ നമ്മുടെ കുറച്ച് മുൻപേ വളർന്ന ജീവിച്ച ആൾക്കാർക്കും ഇതൊരു കേൾക്കുമ്പോൾ അല്ലെങ്കിൽ കുറെ മത റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ചിന്തിക്കുന്നത് ഇതൊരു പാവമായിട്ടും അങ്ങനെയുള്ള സംഭവമായിട്ട് കാണുന്നുണ്ട്. നമ്മൾ സമൂഹത്തിന് ഇങ്ങനെയുള്ള ആൾക്കാർ സമൂഹത്തിന് എതിരാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരില്ലേ. അതിനെക്കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? നമ്മള് ഈ അടുത്തിടയ്ക്ക് കേട്ടോണ്ടിരുന്ന ഒരു കാര്യമല്ലായിരുന്നോ, ഇവര് ചെറിയ കുട്ടികൾക്ക് ജീവിതം എന്താ കളിയാണ്, അവര് പെട്ടെന്ന് തന്നെ തീരുമാനം എടുക്കുന്നു ഡിവോഴ്സ് ചെയ്യാനായിട്ട്. അവരെടുക്കുന്നത് പെട്ടെന്നുള്ള ഡിസിഷൻ അല്ല, അവർക്ക് പറ്റുന്നില്ല എന്ന് തോന്നുന്ന മൊമെന്റിൽ അവർ നിർത്തുവാണ്. ബിക്കോസ് അവർ കുറച്ചും കൂടി ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ആണ് ഇപ്പോ. നേരത്തെ എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു അവർക്ക്. അതുകൊണ്ടാണ് അവർ ലേറ്റ് ആയി എല്ലാം സെറ്റിൽ ആയതിനു ശേഷം ചെയ്യുന്നത്. അപ്പൊ രണ്ട് സമയത്തും ഇങ്ങനെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഗ്രേ ഡിവോഴ്സും ഉണ്ട്, പെട്ടെന്ന് ഡിവോഴ്സ് ആവുന്ന ആൾക്കാരും ഉണ്ട് ഇപ്പൊ ലേറ്റ്ലി. ഇതിലെല്ലാം അൾട്ടിമേറ്റ്ലി ഇപ്പൊ നമുക്ക് വേറൊരാളുടെ കൂടെ ജീവിക്കാനായിട്ട് പറ്റില്ല. രണ്ടും രണ്ട് ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് അറിയത്തില്ല രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു പോയിന്റിൽ നന്നായിട്ട് പിരിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഓക്കെ ഇത് നമുക്ക് പറ്റുന്നില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ, ലെറ്റ്സ് ബി ഫ്രണ്ട്സ്. അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അത് നന്നായിട്ട്, അതായത് അവരുടെ എല്ലാ കാര്യത്തിലും നമുക്ക് ഒരുമിച്ച് ഉണ്ടാവുക. അറ്റ് ദ സെയിം ടൈം നമുക്ക് നമ്മുടേതായ സെപ്പറേറ്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. അതാണ് ഒരു ഡിവോഴ്സോ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യുമ്പോഴോ എല്ലാത്തിലും നമ്മൾ നോക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. ഇതിന്റെ ഉള്ളിലുള്ള ആൾക്കാരെ ഹേർട്ട് ചെയ്യാതിരിക്കുക. ഓക്കെ, ഹേർട്ട് ഉണ്ടാവും ഡെഫിനറ്റ്ലി. നമ്മൾ ഒരുമിച്ച് ഒരുപാട് നാള് അല്ലെങ്കിൽ കുറച്ച് നാൾ നടന്നു, ഇഷ്ടപ്പെട്ടു, പിന്നെ പിരിയുമ്പം രണ്ടു പേർക്കും അതിൻ്റെതായ ഒരു ഹേർട്ട് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും. പക്ഷെ അതൊരു റിവെഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ നമ്മൾ അവരെ വെറുത്ത് ജീവിക്കുക എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട സമയം ഒത്തിരി അതിക്രമിച്ചു. അപ്പൊ അൾട്ടിമേറ്റ്ലി മോറൽ ഓഫ് ദി സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പിനെസ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്ന ആൾക്കാർ എടുക്കുന്ന ഡിസിഷൻ അവരെ ഹാപ്പിനെസ്സിനും സെൽഫ് റെസ്പെക്റ്റിനും ഇമ്പോർട്ടൻസ് കൊടുത്തായിരിക്കും ആ ഡിസിഷൻ എടുക്കുന്നത്. അപ്പൊ അവരെ സമൂഹം പൊതുവെ കാണുന്ന ഒരു കണ്ണുകൊണ്ടായിരിക്കും. അവരെ കല്ലെറിയാതിരിക്കുക, അവരെ ആ ഒരു ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുക. അൾട്ടിമേറ്റ്ലി നമ്മൾ ഹാപ്പി ആയാലേ നമ്മുടെ കുട്ടികളും നമ്മുടെ പാരന്റ്സും നമ്മുടെ പാർട്ണറും എല്ലാവരും നമ്മുടെ സമൂഹം എല്ലാം ഹാപ്പി ആവും. അപ്പൊ ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ കാര്യം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കും ആ ഒരു ഡിസിഷൻ എടുക്കുന്നത്. ആ ഡിസിഷനെ റെസ്പെക്ട് ചെയ്യുക, എന്നാൽ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കട്ടെ. നമസ്കാരം.